ബിഗ് ബോസിൽ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ഒരിടത്ത് എന്നാണ് ടാസ്കിൻ്റെ പേര്. കഴിഞ്ഞ സീസണിൽ അത് ഒരു സ്റ്റോറി പറയാനാണെങ്കിലും ഇപ്രാവശ്യം അത് അധികം ആളുകളെ ബോറടിപ്പിക്കാതെ ഉള്ള ഒരു സെഗ്മെൻറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണിൽ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉള്ളതും നുണയും എല്ലാം പറയാം എന്നായിരുന്നു. എന്നാൽ ഇതിൽ ബിഗ് ബോസ് തന്നെ ഒരു ബൗൾ വെച്ചിരുന്നു. അതിലൊരു ചിറ്റുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ടോപ്പിക് വേണം പറയാൻ. അമ്മ, അച്ഛൻ, അതുപോലെ ഫാമിലി, കുട്ടിക്കാലം അങ്ങനെയൊക്കെയുള്ള ഒരു ചിറ്റിൽ കൊടുത്തിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് പറയേണ്ടത്. അതിൽ കൂടുതലും ശ്രദ്ധ പിടിച്ചു പറ്റിയത് രേണുവിൻ്റേതായിരുന്നു. രേണുവിന് കുട്ടിക്കാലം, അച്ഛൻ അങ്ങനെയുള്ള ടോപ്പിക്കായിരുന്നു. കഥ പറയുന്ന പോലെയാണ് രേണു ഇത് പറഞ്ഞത്. നല്ലൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ചു. അവിടുന്ന് വളർന്നു. പിന്നെ സുധിച്ചേട്ടനെ പോലെ നല്ലൊരാളെ വിവാഹം കഴിച്ചു. പിന്നീട് അങ്ങോട്ട് പറയാനുള്ളതൊന്നും ബിഗ് ബോസ് അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുട്ടിക്കാലം എല്ലാം പങ്കുവച്ചു, അധികം ബോറടിപ്പിക്കാതെ. എന്നാൽ കഥ പറയുന്നതിനിടെ ശാരികക്കിട്ടൊന്ന് താങ്ങിയിരിക്കുകയാണ് രേണു. ശാരിക ഞങ്ങളുടെ ഫാമിലി മൊത്തം ഗൾഫിലാണ്. ആഴ്ചയിൽ എല്ലാവരും ഓരോരുത്തരൊക്കെ ആയിട്ട് വരും. അപ്പോൾ എപ്പോഴും ചോക്ലേറ്റ് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ രേണുസുതി പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആരും ഒന്നോ രണ്ടോ ആളൊക്കെ ഗൾഫിലുണ്ടാവുള്ളൂ. അവർ വരുമ്പോൾ പെട്ടി തുറക്കാൻ ഞങ്ങളെ വിളിക്കും. അപ്പോൾ ഞങ്ങളും അങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഒന്നോ രണ്ടോ ചോക്ലേറ്റ് കിട്ടുമെന്നൊക്കെയാണ് രേണു പറഞ്ഞത്. ആ സമയത്ത് ബിഗ് ബോസ് ശാരികയെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. 2008-09 കാലഘട്ടത്തിലാണ് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡിപ്ലോമ ചെയ്യാൻ പോയി. എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീടാണ് ഏവിയേഷൻ പഠിക്കാൻ വേണ്ടി പോയത്. അവിടെ നിന്നാണ് സുധിച്ചേട്ടനെ കണ്ടതും വിവാഹം നടന്നതുമെല്ലാം. ഇങ്ങനെയൊക്കെയാണ് വിദ്യാഭ്യാസത്തിനെ പറ്റി ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത്.